ചിലർ ചോദിക്കും, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈ പ്രാർത്ഥന ആരുണ്ടാക്കി? സഭ ഉണ്ടാക്കിയതാണോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, അത് എവിടുന്ന് വരുന്നതാണത്? തിരുവചനമാണ്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഏഞ്ചലിക് സല്യൂട്ടേഷൻ, മാലാഖയുടെ അഭിസംബോധന. ഏഞ്ചലിക് സല്യൂട്ടേഷൻ, ഇത് ഓർത്തു വെച്ചേക്കണം. കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്ന് മാലാഖ വിളിച്ചത്. ഇതെങ്ങനെ ഇത് തുടക്കത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനയുടെ കാരണം അതായിരുന്നു രക്ഷാകര രഹസ്യങ്ങളുടെ ആരംഭം. കവാടം തുറക്കുകയായിരുന്നു. മറിയത്തിലൂടെയാണ് ദൈവം ഒരുക്കിയ രക്ഷ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാക്കണം. മറിയത്തിന്റെ സമ്മതത്തിലാണ് രക്ഷയുടെ ആരംഭം. മറിയമാണ് വാതിൽ, മറിയമാണ് കവാടം. അവള് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു കൊടുത്ത സമ്മതത്തിലാണ് രക്ഷ ഭൂമിയിലേക്ക് എത്തിയതെന്ന് തിരിച്ചറിയണം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് ചൊല്ലുന്ന നേരത്ത് രക്ഷയുടെ ആരംഭം ഓർക്കണം. ഫസ്റ്റ് മൊമെന്റ് ഓഫ് സാൽവേഷൻ ആ പ്രാർത്ഥനയാണ്, അതിന്റെ തുടക്കമാണ്. എന്നിട്ട് 6-ാം നൂറ്റാണ്ടായപ്പോഴാണ് ഈ ഏഞ്ചലിക് സല്യൂട്ടേഷനും അതിന്റെ സെക്കൻഡ് പാർട്ട്. ഏതാ അതിന്റെ സെക്കൻഡ് പാർട്ട്? സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇതെന്താണ്? ഇതിന്റെ പേരാണ് ഇവാഞ്ചലിക് സല്യൂട്ടേഷൻ. ഈ 2 വാക്കുകൾ ഓർത്തു വെച്ചേക്കണേ. ആദ്യത്തത് ഏഞ്ചലിക് സല്യൂട്ടേഷൻ, ഗബ്രിയേൽ മാലാഖ മറിയത്തോട് പറഞ്ഞത്. രണ്ടാമത്തത് ഇവാഞ്ചലിക് സല്യൂട്ടേഷൻ, അത് ആരോട് പറഞ്ഞത്? എലിസബത്ത്, ഇളയമ്മയായ ഏലീഷ്ബ മറിയത്തോട് പറഞ്ഞത്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. ഏഞ്ചലിക് സല്യൂട്ടേഷനും ഇവാഞ്ചലിക് സല്യൂട്ടേഷനും കൂടെ ബ്ലെൻഡ് ചെയ്യപ്പെട്ടു. ഗബ്രിയേൽ മാലാഖ പറഞ്ഞതും എലിസബത്ത് മറിയത്തെ നോക്കി പറഞ്ഞതും കൂടെ ചേർന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെല്ലുന്ന നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം രൂപപ്പെട്ടത്. 11-ാം നൂറ്റാണ്ട് വരെ ഈ ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥന. സെക്കൻഡ് പാർട്ട് എന്താ? അത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന കയറി വരുന്നുണ്ട്, ഇന്റർസെഷൻ. അത് പിന്നീടുള്ള ഡെവലപ്മെന്റ് ആണ്. ഹെയിൽ മേരി എന്ന പ്രാർത്ഥന രൂപപ്പെട്ടു വന്ന വഴി. ചിലർ ചോദിക്കും, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈ പ്രാർത്ഥന ആരുണ്ടാക്കി? സഭ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ച് കത്തോലിക്ക തിരുസഭയെ അല്ലെങ്കിൽ ജപമാല, കത്തോലിക്ക തിരുസഭയെന്ന് മാത്രം പറയുന്നില്ല, കാരണം ഇന്ന് ജപമാല കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്തേക്ക് ഒഴുകിയിരിക്കുകയാണ്. ഒത്തിരി പേര് പരിശുദ്ധി അമ്മയോട് ഭക്തിയുള്ളവരുണ്ട്. അത് ഡിനോമിനേഷൻസിനും അപ്പുറത്ത്, റിലീജിയനും അപ്പുറത്തേക്ക് ഒത്തിരി പേരുടെ ഭക്തിയുടെ വിഷയമാണ് ജപമാല. അപ്പൊ അത് പ്യുവർലി സ്ക്രിപ്ചർ ആണെന്ന് മനസ്സിലാക്കുക. ഇനി ചോദിച്ചാൽ പറയണം, ഏഞ്ചലിക് സല്യൂട്ടേഷനും ഇവാഞ്ചലിക് സല്യൂട്ടേഷനും കൂടെ ബ്ലെൻഡ് ചെയ്ത് രൂപപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ചെല്ലുന്ന അൻവർജൻ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമെന്ന് ഓർത്തേക്കുക.